ഈ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങുകൾ കേരളത്തിലെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ആലപ്പുഴയിൽ ബോട്ടിലുള്ള ഹൗസ് ബോട്ടുകളിലുള്ള വിവാഹം, അതേപോലെ തന്നെ കായലിൻ്റെ അരികത്തുള്ള വിവാഹങ്ങൾ, ബീച്ച് സൈഡിലുള്ള വിവാഹങ്ങൾ, റിസോർട്ടുകളിലുള്ള വിവാഹങ്ങൾ, ഇതൊക്കെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങുകളാണ്. അത് കൂടാതെ അന്യ സംസ്ഥാനത്തിലുള്ള ആളുകൾ പോലും ആകർഷിക്കുന്ന തരത്തിലാണ് കേരളത്തിലെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങുകൾ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ടൂറിസം വളർച്ച വെക്കുകയാണ് ചെയ്യുന്നത്. ടൂറിസം മേഖലയിൽ ഇവർ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങുകൾ ആകർഷിക്കപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ലയിച്ച് ചെയ്താണെന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പം മറ്റുള്ള സംസ്ഥാനം, ഇപ്പോൾ പഞ്ചാബ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിലെ ജനങ്ങൾ ഇവിടെ കേരളത്തിലുള്ള വെഡ്ഡിങ് പോലെ നടത്താൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ നേരെ ഇവിടേക്ക്, ഇപ്പം ഗ്രാൻഡ് ഹയാത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് നടന്നിട്ടുള്ള ഒരു പ്രധാന വിവാഹമായിരുന്നു. പഞ്ചാബിലുള്ള ആളുകളായിരുന്നു, ഫുൾ ടീമായിരുന്നു ഇവിടെ ഗ്രാൻഡ് ഹയാത്തിൽ വന്നിട്ട് വെഡ്ഡിങ് നടത്തിയത്. അപ്പോൾ അവരോട് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇവിടുത്തെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങുകൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ടൂറിസം ആരും അറിയാതെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ വളർച്ചയ്ക്ക് സ്റ്റോപ്പില്ല. അതിങ്ങനെ ഒടുനീളമായിട്ട് ഓരോ ദിവസം കൂടുന്നതും കേരളത്തിൻ്റെ ട്രെൻഡ് അനുസരിച്ച് വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് സാധാരണ ജനങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം.